ആന എഴുന്നള്ളിപ്പിനുള്ള ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾ പാലിച്ച് ഗുരുവായൂർ ദേവസ്വം പതിവായി 20-ലേറെ ആനകളെ എഴുന്നള്ളിക്കാറുള്ള ഗുരുവായൂർ കേശവൻ അനുസ്മരണത്തിൽ ഇത്തവണ പങ്കെടുത്തത് 10 ആനകൾ മാത്രമാണ്. ഘോഷയാത്രയിലും അനുസ്മരണ ചടങ്ങിലും കോടതി നിർദ്ദേശിച്ച കൃത്യമായ അകലം പാലിച്ചാണ് ആനകളെ പങ്കെടുപ്പിച്ചത്. ഒക്ടോബർ 13-ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾക്കെതിരെ പ്രതിഷേധങ്ങൾ ശക്തമായി തുടരുമ്പോഴാണ് ഗുരുവായൂർ ദേവസ്വത്തിന്റെ മാതൃകാപരമായ ഇടപെടൽ. വർഷങ്ങളായി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ഗജരത്നം ഗുരുവായൂർ കേശവൻ അനുസ്മരണ പരിപാടിയിൽ ഇത്തവണ പങ്കെടുത്തത് 10 ആനകൾ മാത്രം. തിരുവങ്കിടം ക്ഷേത്രത്തിൽ നിന്നുള്ള ഘോഷയാത്രയിൽ 5 ആനകളും അണിനിരന്നു. കൃത്യമായ അകലം പാലിച്ചും കോടതി നിർദ്ദേശങ്ങൾ പാലിച്ചുമായിരുന്നു ചടങ്ങ്. മുൻ വർഷങ്ങളിൽ 20-ലേറെ ആനകൾ പങ്കെടുത്തു നടത്തിയിരുന്ന ചടങ്ങാണിത്. രാവിലെ 6:30-ന് തിരുവങ്കിടം ക്ഷേത്രത്തിൽ നിന്നും ഗുരുവായൂർ കേശവന്റെ ഛായാചിത്രവും വഹിച്ചുകൊണ്ടുള്ള ഗജഘോഷയാത്ര ആരംഭിച്ചു. ദേവസ്വത്തിലെ 5 ആനകൾ മാത്രമാണ് ഘോഷയാത്രയിൽ പങ്കെടുത്തത്. കേശവന്റെ ഛായാചിത്രം ശിരസിലേറ്റി ദേവസ്വം കൊമ്പൻ ഇന്ദ്രസൻ ശ്രീവത്സം അതിഥി മന്ദിര വളപ്പിലെ കേശവൻ പ്രതിമയ്ക്ക് മുന്നിൽ സ്മരണാഞ്ജലി അർപ്പിച്ചു. മറ്റ് 2 കൊമ്പന്മാരായ ബൽറാം ഗുരുവായൂരപ്പന്റെ ചിത്രവും വിഷ്ണു ഭഗവതിയുടെ ചിത്രവും ശിരസിലേറ്റിയാണ് ഘോഷയാത്ര പുറപ്പെട്ടത്. ശ്രീവത്സം അതിഥി മന്ദിരത്തിന് മുന്നിൽ ദേവസ്വം അക്ഷയകൃഷ്ണൻ, ഗോപികണ്ണൻ, വിനായകൻ, പീതാംബരൻ, ദേവി എന്നീ ആനകളെയും എഴുന്നള്ളിച്ചു. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധി പാലിക്കാൻ വിധി വന്നതിന് തൊട്ടുപിന്നാലെ തന്നെ ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി തീരുമാനിച്ചിരുന്നു. ശീവേലിക്കും കാഴ്ച ശീവേലിക്കും 1 ആനയെ മാത്രം പങ്കെടുപ്പിക്കാനാണ് ദേവസ്വത്തിന്റെ തീരുമാനം. അതേസമയം ആന എഴുന്നള്ളിപ്പ് സംബന്ധിച്ച ഹൈക്കോടതി ഉത്തരവിനെതിരെ തൃശൂർ ജില്ലയിലടക്കം ശക്തമായ പ്രതിഷേധങ്ങളാണ് ഇപ്പോഴും തുടരുന്നത്. മേളപ്രമാണി കിഴക്കോട്ടനിയൻ മാരാരുടെ നേതൃത്വത്തിൽ തൃശൂർ കോർപ്പറേഷന് മുന്നിൽ ഇന്ന് ഉപരോധ സമരവും ആരംഭിച്ചിട്ടുണ്ട്. മാർഗനിർദ്ദേശങ്ങൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് പൂരപ്രേമി സംഘവും ഉത്സവാഘോഷ കമ്മിറ്റിയുടെയും ഭാരവാഹികൾ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് പരാതി നൽകി. ജസ്റ്റിസുമാരായ AK ജയശങ്കർ നമ്പ്യാരുടെയും P ഗോപിനാഥിന്റെയും ബെഞ്ചിൽ നിന്നും കേസ് മാറ്റണമെന്നാണ് ഇവരുടെ ആവശ്യം. ന്യൂസ് മലയാളം, തൃശൂർ.